ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, കണ്ണ് ചൊറിച്ചിൽ, വല്ലാത്ത ഇറിറ്റേഷൻ. സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം, പ്രത്യേകിച്ച് ഒരു വൈറസ് ഒക്കെ കയറി കഴിഞ്ഞാൽ, ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിച്ചിരുന്ന ഒരു 4 ദിവസം കൊണ്ട് മാറും. മരുന്നൊന്നും എടുക്കാതെ പോയാൽ മാക്സിമം പോയാൽ ഒരാഴ്ച. ഈ ഒരു രീതിക്ക് നിൽക്കുന്ന ഒരു അസുഖമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ, അത് ഒരു 3 മാസമായ കുട്ടി മുതൽ വയസ്സായവർക്ക് വരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരവസ്ഥയാണിത്. ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ, മൂക്കിന് ഇറിറ്റേഷൻ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, ചിലർക്ക് ചെവി ചൊറിച്ചിൽ ഇതോടൊപ്പം കാണും. ഇങ്ങനെ വരുന്ന ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാതെ ജലദോഷമായിട്ട്, മൂക്കൊലിപ്പായിട്ടും മൂക്കടപ്പായിട്ടും അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? നമുക്ക് ഒരു ജലദോഷവും മൂക്കൊലിപ്പും എല്ലാം വന്ന് ഒന്ന് കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഒരു ദിവസം ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ വീണ്ടും മൂക്കൊലിപ്പും തുമ്മലും അസ്വസ്ഥയും, പിന്നെ സൈനസൈറ്റിസായി, തലവേദനയായി, ചുമയായി, കഫക്കെട്ടായി മാറാവുന്നു എന്ന് വരാം. നമ്മൾ അലർജി എന്ന് വളരെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഇവിടെ വിശദീകരിച്ചത്. ഇത് പലപ്പോഴും ഈ മൂക്കൊലിപ്പിലും ജലദോഷവും മാത്രമായിട്ട് നിൽക്കുമോ? ഇല്ല. ആദ്യമൊക്കെ വല്ലപ്പോഴും മാത്രം തുമ്മൽ വരുന്ന ഒരു സിറ്റുവേഷൻ മരുന്ന് കഴിക്കുമ്പോൾ കുറഞ്ഞു നിൽക്കുന്നു. പിന്നെ എല്ലാ ദിവസവും അല്പം മൂക്കൊലിപ്പും തുമ്മലും, രാവിലെ ഉണരുന്നത് മൂക്കൊലിപ്പും തുമ്മലുമായിട്ടായിരിക്കും. ഒരു 10 മണിയാകുമ്പോൾ മാറും. പിന്നെ ഇത് അങ്ങനെ മാറുന്നില്ല. നമ്മളൊരു 5-6 തുമ്മൽ കണ്ടിന്യൂസ് തുമ്മിക്കഴിഞ്ഞാൽ പിന്നെ തൊണ്ടയ്ക്കൊരു ഇറിറ്റേഷൻ, ഒച്ചയടപ്പ്, ചെറിയ ചുമ. ക്രമേണ നമുക്ക് തുമ്മൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശ്വാസം മുട്ടലാണ്. ഇങ്ങനെ ജലദോഷവും തുമ്മലും മൂക്കടപ്പുമായിട്ട് തുടങ്ങി ക്രമേണ ഇത് ആസ്മ രോഗത്തിലേക്ക് പോകുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പലരും വിചാരിക്കുന്നത് ഈ ജലദോഷവും തുമ്മലും വേറെ അസുഖമാണ്, ആസ്മ വേറെ അസുഖമാണെന്ന്. അല്ല, നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അലർജി രോഗത്തിൻ്റെ തുടക്കമാണ് ജലദോഷവും തുമ്മലും മൂക്കടപ്പും. എന്നാൽ ഈ രോഗം ക്രമേണ കൂടിക്കൂടി ഇവരിലെല്ലാം തന്നെ ഇത് ആസ്മ രോഗമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ആസ്മ രോഗമുള്ള, ശ്വാസം മുട്ടലുള്ള ഏതൊരു മനുഷ്യൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ, അവർക്ക് ഈ അവസ്ഥ തുടങ്ങിയിട്ടുള്ളത് മൂക്കടപ്പായിട്ടോ ഇല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷമായിട്ടോ തുമ്മലോ ആയിട്ടോ അല്ലെങ്കിൽ വിട്ടുമാറാത്ത ചുമയായിട്ടായിരിക്കാം. ഇങ്ങനെ വരുന്ന സിറ്റുവേഷന് ഇന്ന് ഒരുപാട് പേരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. കാരണം അന്തരീക്ഷത്തിലുണ്ടായ മാറ്റം, നമ്മുടെ പാരമ്പര്യം, പ്രത്യേകിച്ച് അച്ഛനോ അമ്മയ്ക്കോ എല്ലാം തന്നെ തുമ്മൽ, ജലദോഷം ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അലർജി രോഗം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇപ്പോൾ നിങ്ങളുടെ അച്ഛനാണ് ഈ അസുഖമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രോഗം പിടിപെടാനുള്ള സാധ്യത 30%. നിങ്ങളുടെ അമ്മയ്ക്കാണ് നിങ്ങൾക്ക് ഈ ജലദോഷമോ തുമ്മലോ ശ്വാസമുട്ടലോ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത 40% വർദ്ധിക്കുന്നു. അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിലോ ഏകദേശം 80% നിങ്ങൾക്ക് ഇത് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊച്ചു കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് മൂക്കൊലിപ്പ്, തുമ്മൽ, ഇടവിട്ട് ചുമ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടി മൂക്കൊലിപ്പായിട്ട് വരുന്നു, പിറ്റേ ദിവസം ചുമയും കഫക്കെട്ടും ആകുന്നു, ശ്വാസമുട്ടൽ വിട്ടുമാറാതെ നിൽക്കുന്നു, ഡോക്ടറെ കാണുമ്പോൾ ഇൻഹേലർ കൊടുക്കുന്നു, ജീവിതകാലം പിന്നെ ആസ്മ രോഗിയായി ഇൻഹേലറായി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോമൺ ആയിട്ട് ഇപ്പോൾ വരുന്നതെന്നറിയാവോ? ഒന്ന്, കോവിഡ് രോഗമാണ്. കോവിഡ് രോഗം വന്നു മാറിയവരിൽ പലരിലും ഈ രോഗാവസ്ഥ, പ്രത്യേകിച്ച് ഈ അലർജി എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ വല്ലാണ്ട് കൂടിക്കാണുന്നുണ്ട്. ചിലർക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ ഈ അലർജിയും ജലദോഷവും മാറുന്നു. മറ്റു ചിലരിൽ വിട്ടുമാറാത്ത തുമ്മലും പിന്നെ ഇത് ആസ്മ രോഗവുമായിട്ട് മാറുന്നുണ്ട്. കോവിഡിന് മാത്രമായിരുന്നു ഇത് കണ്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഇപ്പോൾ കാണുന്ന H1N1 എന്ന് വിളിക്കുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ജലദോഷപ്പനി, ഫ്ലൂ ഫീവറിനും ഇതേ അവസ്ഥ തന്നെയാണ്. ഫ്ലൂ ഫീവർ, ജലദോഷവും പനിയും വന്നു മാറിക്കഴിഞ്ഞിരുന്നാൽ ഈ മൂക്കൊലിപ്പും കഫവും 1 മാസത്തോളം നീങ്ങി നിന്നു വരാം. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഈ ശ്വാസമുട്ടലിൻ്റെ തുമ്മലിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോടുകൂടി ഈ അലർജി രോഗം അങ്ങ് തുടങ്ങുകയായി. ഇന്ന് ഏതൊരു വീടുകളിലും നിങ്ങളൊന്ന് പോയി നോക്കി, കുട്ടികൾക്കാണെങ്കിൽ പോലും ജലദോഷവും തുമ്മലും തുടങ്ങുന്നത് ഈ ഒരു രീതിക്കായിരിക്കും. എങ്ങനെയാണ് ഈ ജലദോഷവും തുമ്മലും ടെൻഡൻസി ഉള്ളതിനെ നമ്മൾ ചികിത്സിക്കുക എന്നറിയാമോ? ഒന്നാമത്തത് മരുന്ന് തന്നെയാണ്. രണ്ടാമത്തത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ നമുക്കിത് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. കാരണം നമ്മളിത് ശരിയായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വരും തലമുറയെല്ലാം തന്നെ ഈ അലർജി, ആസ്മ, ശ്വാസമുട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു രീതിയിലേക്ക് പോയി എന്ന് വരാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്തരീക്ഷ മലിനീകരണം കൂടി വരികയാണ്, പൊടിയും പുകയും എല്ലാം കൂടി വരികയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അലർജി കൂടി വിട്ടുമാറാതെ വന്നുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ജലദോഷവും തുമ്മലും ഉണ്ടെങ്കിൽ ശരിയായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് പോകണം. നിങ്ങൾക്ക് എന്ത് സാധനങ്ങളോടാണ് ശരീരത്തിന് അലർജി ഉള്ളത്? ചിലർക്ക് തണുപ്പായിരിക്കും അലർജി, ചിലർക്ക് പാലായിരിക്കും അലർജി, ചിലർക്ക് വിട്ടുമാറാതെ നമുക്കിപ്പോൾ പൊടിയടിക്കുന്നതായിരിക്കും അലർജി. ഏതാണ് പ്രശ്നമെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാറ്റി പരിഹരിച്ച് മുന്നോട്ട് പോവുക. അതോടൊപ്പം ചികിത്സയും ചെയ്യുക. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിൽ അലർജി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ മരുന്നുണ്ട്. തുമ്മലും ജലദോഷം ഉണ്ടെങ്കിൽ ശ്വാസമുട്ടലിലേക്ക് പോകാതെ ഇത് നിയന്ത്രിച്ച് നിർത്താൻ ഹോമിയോപ്പതിയിൽ ഈ അലർജി മെഡിസിൻ കൊണ്ട് സാധിക്കുകയും ചെയ്യും. മരുന്നുകൾ മാത്രം മതിയോ? പോരാ.
നമ്മുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന്, രാത്രിയിൽ കൃത്യസമയത്ത് കിടന്നുറങ്ങുക. കാരണം രാത്രിയിൽ ഉറക്കം കുറയുന്നത്, വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന ആൾക്കാരിൽ രക്തത്തിൽ അലർജി ടെൻഡൻസി വളരെയധികം കൂടി വരും. നമ്മൾ ശരിയായിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ സൈറ്റോകിൻസ് എന്ന് പറയുന്ന ചില എൻസൈംസ് ഫോം ചെയ്യുകയും ഈ അലർജി നമുക്ക് പൂർണ്ണമായും കുറയ്ക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം വ്യായാമമാണ്. പഠനങ്ങളിൽ പറയുന്നത് ശരിയായിട്ട് വ്യായാമം ചെയ്യുന്നവരിൽ വ്യായാമം ചെയ്യാത്തവരെ അപേക്ഷിച്ച് അലർജി രോഗ ടെൻഡൻസി ഏകദേശം 50% വരെ കുറയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് ഹൈഡ്രേഷനാണ്. ശരിയായിട്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ അലർജി ടെൻഡൻസിയെ ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി അലർജി ടെൻഡൻസി ഉള്ളവർ നിങ്ങൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, നിങ്ങൾ മഞ്ഞൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതിനു മുമ്പ് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം മഞ്ഞളിനകത്ത് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ദിവസവും മഞ്ഞൾ നിങ്ങൾ ഡെയിലി രാവിലെയും വൈകുന്നേരം, ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ 2 നുള്ള് നമ്മളെ പൊടിപ്പിച്ച മഞ്ഞൾ നാക്കിലിട്ട് കൊടുക്കുക. മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ നാക്കിലിട്ട് അലിയിച്ച് കഴിക്കുക. ഇത് നമുക്ക് വിട്ടുമാറാതെ അലർജിയും ടെൻഡൻസിയും കുറഞ്ഞു വരുന്നതാണ്. വിട്ടുമാറാതെ ചുമയും മൂക്കടപ്പും തുമ്മലുള്ളവർക്ക് ഈ മഞ്ഞളൊന്നും കഴിച്ചു നോക്കി ഇറിറ്റേഷൻ കുറയുന്നതാണ്. രണ്ടാമത്തത് യോഗേട്ട് അഥവാ തൈരാണ്. നിങ്ങൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന യോഗേട്ട് വാങ്ങിക്കുകയോ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ തൈര് അല്ലെങ്കിൽ മോര് ഉണ്ടാക്കി കഴിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ അലർജി ടെൻഡൻസി കുറയ്ക്കും. കാരണം നമ്മുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ, ആ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം നമുക്ക് അലർജി രോഗം കുറയ്ക്കാൻ വലിയ തോതിൽ ഗുണം ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി നിരവധി പഠന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും പതിവായിട്ട് ഉച്ചയ്ക്ക് ഒരു 1/2 ഗ്ലാസ് തൈര് അതല്ലെങ്കിൽ 1/2 ഗ്ലാസ് യോഗേട്ട് കഴിക്കുക. ഇത് കൊച്ചുകുട്ടികളെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. അലർജി നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. മൂന്നാമത്തത്, കുർസെറ്റിൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗമാണ്. കുർസെറ്റിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റിനെ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഓട്ടോഇമ്യൂൺ റിയാക്ഷനെ, അലർജി റിയാക്ഷനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ചേർത്തിട്ടുള്ള കറികൾ അല്ലെങ്കിൽ ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾ സാലഡ് പോലെ ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക. രണ്ടാമത്തത് ആപ്പിളാണ്. ആപ്പിളിനകത്തും ഉയർന്ന അളവിൽ കുർസെറ്റിൻ അടങ്ങിയിട്ടുണ്ട്. സോ ഈ ആപ്പിള്, ഈ ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുമന്നുള്ളി പോലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ചാള, അയല, നെത്തോലി, കല്ലുമേക്കായയില്ലേ, ഇവയ്ക്കകത്തെല്ലാം തന്നെ ഉയർന്ന അളവിൽ omega-3 അടങ്ങിയിട്ടുണ്ട്. omega-3 ചേർന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന നീർക്കെട്ടിനെ, ഇൻഫ്ലമേഷനെ കുറയ്ക്കുകയും നമുക്ക് ഈ അലർജി രോഗത്തിൻ്റെ ടെൻഡൻസി ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് നട്ട്സ് ആണ്. പ്രത്യേകിച്ച് ബദാം നിങ്ങൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബദാമിനകത്ത് ഉയർന്ന അളവിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് അലർജി രോഗം കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഫ്ലാക്സ് സീഡ്സിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ omega-3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും നമുക്ക് അലർജി കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് തേനാണ്. തേനെന്ന് പറയുമ്പോൾ കഴിയുന്നത്ര നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന ശുദ്ധമായ തേൻ ഉപയോഗിക്കാൻ നോക്കുക. കാരണം ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ചേർക്കുന്ന പഞ്ചസാര അഥവാ മധുരം നിങ്ങളുടെ അലർജി ടെൻഡൻസി കൂട്ടാൻ കാരണമാകും. എന്നാൽ ശുദ്ധമായ തേന് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ അലർജി ടെൻഡൻസി കുറയ്ക്കും. കൊച്ചു കുട്ടികൾക്കെല്ലാം ഞാൻ നേരത്തെ മഞ്ഞൾ കൊടുക്കാൻ പറഞ്ഞില്ലേ, നിങ്ങളൊരു 1/2 ടീസ്പൂൺ തേൻ എടുത്തിട്ട് അതിനകത്തൊരു 2 നുള്ളോ 3 നുള്ളോ മഞ്ഞൾ കൂടി മിക്സ് ചെയ്ത് കുട്ടികൾക്ക് നൽകി നോക്കുക. അലർജി ടെൻഡൻസി കുറയുന്നതാണ്. തേൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അറിയാമോ? തേനിനകത്ത് നമ്മുടെ പ്രകൃതിയിലുള്ള പോളൻ ഗ്രെയിൻസ് ഒരു ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. തേനീച്ചകൾ ഇവയെ സ്റ്റോർ ചെയ്താണ് നമുക്ക് തേൻ ഉണ്ടാക്കുന്നത്. ഈ പോളൻ ഗ്രെയിൻസിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് വലിയ തോതിൽ ഈ പോളൻ ഗ്രെയിൻസിനോടോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള അലർജൻസിനോടുള്ള ശരീരത്തിൻ്റെ റിയാക്ഷനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അലർജി ടെൻഡൻസി കുറയ്ക്കുന്നതിന് തേൻ നല്ലതാണെന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗവും ശരിയായിട്ടുള്ള വ്യായാമവും ചിട്ടയായ ലൈഫ് സ്റ്റൈലും അതോടൊപ്പം ചികിത്സയും ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂടി വരുന്ന അലർജി ടെൻഡൻസിയെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളതിൽ ഏകദേശം 40% പേര്, അതായത് ജനസംഖ്യയുടെ പകുതിയോളം ആൾക്കാർക്ക് ഇന്ന് ഈ അലർജി രോഗമുണ്ട്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.